നമുക്കിന്നൊരു ചരിത്ര കഥയുടെ സത്യവും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. 1945 ഡിസംബർ 5 ഉച്ചയ്ക്ക് ശേഷം 2:10 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും 5 വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൺ, ടോർപിഡോ എന്ന പേരുള്ള അമേരിക്കൻ ബോംബർ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രനാണ്. ഇത് ഒരു പരിശീലന പറക്കലിനായി പുറപ്പെടുന്നു. ഈ മിഷന് ഫ്ലൈറ്റ് 19 എന്നാണ് അവർ പേര് നൽകിയിരുന്നത്. ഇത് സാധാരണയായിട്ട് നടത്തുന്ന 3 മണിക്കൂർ നീളുന്ന ഒരു പരീക്ഷണ പറക്കലാണ്. ഈ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ ബേസിൽ നിന്ന് പുറപ്പെട്ടു. ഈ വിമാനങ്ങൾ സഞ്ചരിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ വിമാനങ്ങളുടെ സ്ക്വാഡ്രൺ ലീഡറായിരുന്ന ലഫ്റ്റനൻ്റ് ചാൾസ് കരോൾ ടൈലർ എന്ന ആളുടെ വിമാനത്തിൽ നിന്നും ഒരു റേഡിയോ സന്ദേശം വന്നു. ആ റേഡിയോ സന്ദേശത്തിൽ പറയുന്നത്, എൻ്റെ വിമാനത്തിലെ കോമ്പസ് തകരാറിലായി. കോമ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വടക്ക് നോക്കി യന്ത്രം. അത് തകരാറിലായി. അത് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള അടുത്ത കോമ്പസും എടുത്തു. ഈ കോമ്പസും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇദ്ദേഹം ബേസിലേക്കും മറ്റ് വിമാനങ്ങളിലേക്കും അയച്ചു. മറ്റ് വിമാനങ്ങളോട് ഇദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാ വിമാനങ്ങളുടെയും അവസ്ഥ ഏകദേശം ഒരുപോലെയായിരുന്നു. എല്ലാ വിമാനങ്ങളുടെയും കോമ്പസ് ഇതുപോലെ പ്രവർത്തനരഹിതമാവുകയും അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് കോമ്പസുകളും പ്രവർത്തനരഹിതമാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ വിമാനങ്ങൾ പുറപ്പെട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. നമ്മുടെ ടൈലർ കരുതിയിരുന്നത് അവരപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ മുകളിലൂടെ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പറന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതിയത്. അദ്ദേഹം ബാക്കിയുള്ള വിമാനങ്ങളിലേക്കൊക്കെ മെസ്സേജുകൾ അയച്ചു. ഈ കോമ്പസ് തകർന്നതോടുകൂടി ഇടയ്ക്കൊക്കെ ഈ വിമാനങ്ങളിലെ പരസ്പരം ബന്ധപ്പെടാനുള്ള റേഡിയോകൾക്കും ചെറിയ തരത്തിലുള്ള തകരാറുകളൊക്കെ കേൾക്കാൻ തുടങ്ങി, തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ അത്ര ക്ലിയർ അല്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് മാറി. വൈകുന്നേരം ഒരു 4:56 ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മറ്റുള്ള വിമാനങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. നമ്മൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കണം. ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഫ്ലോറിഡയിൽ എത്താൻ കഴിയും. എല്ലാവരും ഈസ്റ്റിലേക്ക് തിരിയണം എന്നൊരു സന്ദേശം അയച്ചു. എന്നാൽ മറ്റ് വിമാനങ്ങളിൽ നിന്ന് കേട്ട സന്ദേശങ്ങളിൽ ചില വിമാനങ്ങളിലെ പൈലറ്റുമാർ വിശ്വസിച്ചിരുന്നത് അവർ ഓൾറെഡി ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവർ സഞ്ചരിക്കേണ്ടത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. വെസ്റ്റിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് തിരികെ വീടുകളിൽ എത്താൻ കഴിയൂ എന്ന് അവർ പരസ്പരം പറയുന്നത്, സന്ദേശം അയക്കുന്നതൊക്കെ ബേസിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിലും ഈ വിമാനങ്ങളൊക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ കോമ്പസ് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ദിശ അറിയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. ബേസിലുള്ളവർ കരുതിയിരുന്നത് ഈ വിമാനങ്ങളൊക്കെ തന്നെ ഫ്ലോറിഡയിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ അകലെ ഈസ്റ്റ് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്നായിരുന്നു ഈ ബേസിലുള്ള ആൾക്കാരുമൊക്കെ ധരിച്ചിരുന്നത്. ഏകദേശം 7:10 ആയപ്പോഴേക്കും അന്തരീക്ഷമൊക്കെ ഇരുട്ടി മൊത്തത്തിൽ ഒന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് വിമാനങ്ങളിൽ നിന്നുള്ള സന്ദേശത്തിൽ നിന്ന് ബേസിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി. ഇതിൽ അവസാനമായിട്ട് വന്ന മെസ്സേജ് എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് ഈ ലഫ്റ്റനൻ്റ് ടൈലറുടെ ഭാഗത്താണ്. ഏറ്റവും അവസാനമായിട്ട് ഈ വിമാനങ്ങളിൽ നിന്ന് ലഭിച്ച സന്ദേശം ടൈലർ മറ്റ് പൈലറ്റുമാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. നമ്മളെല്ലാം ഒരേ ദിശയിൽ തന്നെ അടുത്തടുത്ത് സഞ്ചരിക്കുക. ഏറ്റവും മുന്നിൽ സഞ്ചരിക്കുന്ന വിമാനം 10 അടി താഴ്ചയിലേക്ക് മാറിയാലുടൻ തന്നെ എല്ലാ വിമാനങ്ങളും ദിശ താഴ്ത്തി നേരെ മറ്റേ മുന്നിൽ സഞ്ചരിക്കുന്ന വിമാനത്തിനോടൊപ്പം താഴേക്ക് തന്നെ സഞ്ചരിച്ച് കരയിൽ ഒന്നിച്ചിറങ്ങുക എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ ഈ അവസാനത്തെ സന്ദേശത്തോടു കൂടി ഈ 5 വിമാനങ്ങളും കാണാതാവുകയായിരുന്നു. ഈ 5 വിമാനങ്ങളിലും കൂടി US എയർഫോഴ്സിൻ്റെ 14 ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. ഈ ഉദ്യോഗസ്ഥരെക്കുറിച്ചോ ഈ വിമാനങ്ങളെക്കുറിച്ചോ ഒരു വിവരവും കിട്ടാതായതോടുകൂടി അമേരിക്കൻ എയർഫോഴ്സും സർക്കാരും അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു മാരിനർ എന്നു പേരുള്ള ഒരു സുരക്ഷാ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന വിമാനം 13 സുരക്ഷാ ജീവനക്കാരോടൊപ്പം ഈ വിമാനത്തെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് യാത്രയാവുകയും ചെയ്തു. ഈ മാരിനർ എന്ന് പറയുന്ന വിമാനവും 13 ജീവനക്കാരെയും കാണാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന 5 വിമാനവും
14 ജീവനക്കാരും രണ്ടാമത് തിരച്ചിലിനായി പോയ മാരിനർ എന്ന് പറയുന്ന വിമാനവും അതിലെ 13 ജീവനക്കാരും കാണാതായി. ഇവരെല്ലാവരും അപ്രത്യക്ഷരായതോടുകൂടി അമേരിക്ക വലിയൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും കടലിലും ആകാശത്തുമൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ ചിലവേറിയ അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ഇവരിൽ ഒരാളുടെ പോലും ശരീരം കണ്ടെടുക്കുവാനോ ഈ വിമാനങ്ങൾ ഒന്നിൻ്റെ പോലും അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുവാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഈ അപകടങ്ങൾ നടന്ന ഇവരെയൊക്കെ കാണാതെ പോയ സ്ഥലത്തെയാണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ഭീകരവും ദുരൂഹവുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ 100-ലധികം കപ്പലുകളും വിമാനങ്ങളും കാണാതെ പോയിട്ടുണ്ട് എന്നാണ് ചരിത്രവും കണക്കുകളും ഒക്കെ പറയുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയ്ക്കും പ്യൂർട്ടോ റിക്കോയ്ക്കും ബെർമുഡ എന്ന് പറയുന്ന രാജ്യത്തിനും ഇടയിലുള്ള 5 ലക്ഷം സ്ക്വയർ മൈൽസ് വിസ്തീർണം വരുന്ന ത്രികോണ ആകൃതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ബെർമുഡ ട്രയാങ്കിളിൻ്റെ ചരിത്രത്തിന് 500 വർഷത്തിലധികം പഴക്കമുണ്ട്. ആദ്യമായിട്ട് ബെർമുഡ ട്രയാങ്കിളിൻ്റെ ചരിത്രം കേൾക്കുന്നത് 1492 ക്രിസ്റ്റഫർ കൊളംബസ് ലോകത്ത് പുതിയ രാജ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ യാത്രക്കിടയിലാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രകാരം അദ്ദേഹം ഈ ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഈ കപ്പലുകളുടെ കോമ്പസുകൾ, വടക്കു നോക്കി യന്ത്രങ്ങൾ തകരാറിലാകുന്നത് പതിവാണെന്നും ഒരു ദിവസം അദ്ദേഹം കപ്പലിൻ്റെ ഉയരെ നിൽക്കുന്ന സമയത്ത് രാത്രിയിൽ ഒരു വലിയ തീഗോളം അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് ഈ കടലിൽ പതിക്കുന്നതായി കണ്ടു എന്നുമൊക്കെയാണ് ക്രിസ്റ്റഫർ കൊളംബസ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. 18-19 നൂറ്റാണ്ടുകളിൽ അറ്റ്ലാന്റിക്കിൻ്റെ ശ്മശാനമെന്നും വിധിയുടെ കടലെന്നും സർഗാസോ ഗ്രേവിയാർഡ് എന്നുമൊക്കെ പല പേരുകളിലാണ് ഈ ഭാഗത്തെ അറിയപ്പെട്ടിരുന്നത്. 1964 ബെർമുഡ ട്രയാങ്കിൾ എന്നുള്ള പേര് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. അർഗോസി എന്ന് പറയുന്ന ഒരു മാഗസിനിൽ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇത് ഡെഡ്ലി ബെർമുഡ ട്രയാങ്കിൾ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ഈ ലേഖനത്തിൽ നിന്നാണ് ശരിക്ക് ബെർമുഡ ട്രയാങ്കിൾ എന്നുള്ള പേര് ഉണ്ടായി വന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ ലേഖനത്തിൽ അന്ന് വരെ ബെർമുഡ ട്രയാങ്കിളിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ വിമാനങ്ങളുടെയും കപ്പലുകളുടെയൊക്കെ ഒരു ഏകദേശ കണക്കുകൾ വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ലേഖനത്തിൽ ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് ദുരൂഹമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട്, അത് കാരണമാണ് ഈ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും അപകടം സംഭവിക്കുന്നതും അപ്രത്യക്ഷമാകുന്നതും തെളിവുകളൊന്നും കിട്ടാതിരിക്കുന്നതും എന്നും കൂടി അത് എഴുതി വെച്ചു. ഈ ഒരൊറ്റ ലേഖനത്തെ തുടർന്ന് ലോകത്താകമാനം തന്നെ ഒരുപാട് സിനിമകൾ ബെർമുഡ ട്രയാങ്കിളിൻ്റെ പേരിലുണ്ടായി. ഒരുപാട് പാട്ടുകൾ ഇതിൻ്റെ പേരിലിറങ്ങി. ധാരാളം കഥകളും കോമിക്കുകളുമൊക്കെ ഈ ബെർമുഡ ട്രയാങ്കിളിൻ്റെ പേരിലുണ്ടാകുകയും വീഡിയോ ഗെയിമുകൾ വരെ ബെർമുഡ ട്രയാങ്കിളിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇവിടെ ഉണ്ടായ അപകടങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്നത് US സൈക്ലോപ്സ് എന്ന പേരുള്ള US നേവിയുടെ ഒരു കപ്പലിൻ്റെ തിരോധാനമാണ്. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കൽക്കരിയും സൈനികരെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് US ഉപയോഗിച്ച USൻ്റെ യുദ്ധവിജയത്തിന് കാരണമായ കപ്പലുകളിൽ ഒന്നുകൂടിയായിരുന്നു ഈ US സൈക്ലോപ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ US നേവിയുടെ അഭിമാനമായിരുന്നു ഈ കപ്പൽ എന്ന് പറയാം. 1918 മാർച്ച് മാസം 4-ാം തീയതി ബാൾട്ടിമോർ തുറമുഖത്ത് നിന്നും ഈ കപ്പൽ ബ്രസീലിലേക്ക് യാത്ര തിരിച്ചു. ഈ കപ്പലിൽ 306 യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആൾക്കാരും 11,000 ടൺ മാംഗനീസും കയറ്റിയിരുന്നു. കപ്പൽ പുറപ്പെടുമ്പോൾ അന്തരീക്ഷമൊക്കെ സാധാരണ നിലയിലായിരുന്നു. വളരെ സുരക്ഷിതമായിട്ട് കപ്പൽ യാത്ര ചെയ്യുന്ന വിവരമൊക്കെ ഇവിടെ ബേസിൽ കിട്ടിക്കൊണ്ടിരുന്നു. കപ്പലിൽ നിന്ന് അവസാനം വന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് വെദർ ഈസ് ഗുഡ് ആൾ ഈസ് ഗുഡ് എന്ന ഒരു മെസ്സേജാണ് ഈ ബേസിലേക്ക് കപ്പലിൻ്റെ US നേവിയുടെ ആസ്ഥാനത്തേക്ക് കിട്ടിയത്. ഈ മെസ്സേജിന് ശേഷം കപ്പൽ മുന്നോട്ട് പോവുകയും ഈ കപ്പൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയും ആണ് ചെയ്തത്. ഇന്ന് വരെയും ഈ കപ്പലിനെ കുറിച്ചോ ഈ കപ്പലിലുണ്ടായിരുന്ന നാവികരെ കുറിച്ചോ മറ്റ് യാത്രക്കാരെ കുറിച്ചോ ഇതിലുണ്ടായിരുന്ന മാംഗനീസിനെ കുറിച്ചോ ഒന്നും ഒരു വിവരവും ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ്
കഥകളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ടുള്ള, ഇന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ എല്ലൻ ആസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ കഥയാണ്. അത് 1881-ലാണ്. 1881 ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്ത ഒരു കപ്പലാണ് എല്ലൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന കപ്പൽ. ഇതിന് അന്ന് 210 അടി നീളമുള്ള അന്നത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായിരുന്നു എന്നാണ് ഈ എല്ലൻ ഓസ്റ്റിനെ കുറിച്ച് പറയുന്നത്. സ്ഥിരമായിട്ട് ധാരാളം കപ്പലുകൾ സഞ്ചരിക്കുന്ന ഒരു പാതയാണത്. ലണ്ടനിൽ നിന്ന് നേരെ ന്യൂയോർക്കിലുള്ള ഈ കപ്പൽ സഞ്ചരിച്ചിരുന്ന പാത. ഈ കപ്പൽ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് എത്താൻ 9 ദിവസങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് അന്നത്തെ കണക്ക്. ഈ കപ്പൽ യാത്ര തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ നടുക്കടലിൽ വെച്ചിട്ട് അപരിചിതമായിട്ടുള്ള മറ്റൊരു കപ്പലിനെ ഈ എല്ലൻ ആസ്റ്റിൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ കണ്ടു. ഇവർ ഈ കപ്പലിനെ നിരീക്ഷിക്കുകയും അടുത്ത് ചെന്ന് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ കപ്പൽ വളരെ സാധാരണ പോലെയാണ് കാണപ്പെട്ടത്. ദുരൂഹമായിട്ടൊന്നും ഈ കപ്പലിൽ കാണാനില്ല. എന്നാൽ ഒരു മനുഷ്യജീവി പോലും ആ കപ്പലിൽ ഉള്ളതായിട്ട് ഒരു തെളിവുമില്ല. അവർ അത്ഭുതപ്പെട്ടു പോയി. നടുക്കടലിൽ സുരക്ഷിതമായ ഒരു കപ്പൽ നിൽക്കുന്നു, ഒരു മനുഷ്യരും അതിലൊന്നും കാണാനില്ല എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തി. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം 2 ദിവസം ഈ കപ്പലിൻ്റെ അടുത്ത് ഈ എല്ലൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന കപ്പൽ നങ്കൂരമിട്ട് ഈ കപ്പലിനെ നിരീക്ഷിച്ചു. ഈ 2 ദിവസവും ഒരാളനക്കവും കാണാതായപ്പോൾ ഇതിൻ്റെ ക്യാപ്റ്റൻ നേരെ ആ അപരിചിതമായിട്ടുള്ള കപ്പലിലേക്ക് ചെന്ന് ആ കപ്പലിന് ഉൾഭാഗം പരിശോധിച്ചു. ആ കപ്പലിന് ഉൾഭാഗം പരിശോധിക്കുമ്പോൾ ധാരാളം ചരക്കുകൾ ആ കപ്പലിനുള്ളിലുണ്ടായിരുന്നു. അതൊക്കെ വളരെ അടുക്കി പെറുക്കി വെച്ചതുപോലെ വളരെ കൃത്യതയോടുകൂടി ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി കപ്പലിന് ഏതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ദുരൂഹമായിട്ടുള്ളൊരു സംഗതി. അന്നത്തെ കാലത്ത് ധാരാളം കടൽ കൊള്ളക്കാരൊക്കെ ഉള്ള സമയമാണ്. കടലിൽ യാത്ര ചെയ്യുന്ന കപ്പലുകളൊക്കെ കൊള്ളയടിക്കപ്പെടുന്നതും സാധനങ്ങളൊക്കെ കൊള്ളക്കാരെ കടത്തിക്കൊണ്ട് പോകുന്നതും ഒക്കെ സ്ഥിരമായി നടക്കുന്ന കാര്യമായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ പോലും സാധനങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കടൽ കൊള്ളക്കാരുടെ ആക്രമണമല്ല എന്ന് ഉറപ്പിച്ച ക്യാപ്റ്റൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് നാവികരെ ഈ കപ്പലിലേക്ക് അയക്കുകയും അവരോട് ഈ എല്ലൻ ഓസ്റ്റിൻ എന്ന കപ്പലിനോടൊപ്പം ഈ കപ്പലിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 2 കപ്പലുകളും അവിടെ നിന്ന് യാത്ര ചെയ്യുകയും 2 ദിവസം സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുകയും ചെയ്തു. എന്നാൽ 2ാമത്തെ ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു ചുഴലിക്കാറ്റ് അടിക്കുകയും ഈ 2 കപ്പലുകളും 2 ദിശയിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ട് ചുഴലിക്കാറ്റ് അടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലൻ ഓസ്റ്റിൻ്റെ ക്യാപ്റ്റൻ നോക്കുമ്പോൾ മറ്റേ കപ്പലിനെ കാണാനില്ല. അദ്ദേഹം എല്ലാവരോടും ഈ കപ്പലിനെ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അവർ പല ദിശകളിലേക്ക് ഈ എല്ലൻ ഓസ്റ്റിൻ കപ്പൽ സഞ്ചരിച്ച് ദൂരദർശനിയിൽ കൂടെയൊക്കെ നോക്കി അവസാനം ഇവർ ഈ അജ്ഞാത കപ്പലിനെ കണ്ടെത്തി. ഇവർ വീണ്ടും ഈ കപ്പലിനടുത്തെത്തി അത് പരിശോധിക്കുമ്പോൾ ഇവർ നിയോഗിച്ചിരുന്ന നാവികരെയൊന്നും ആ കപ്പലിൽ കാണാനുണ്ടായിരുന്നില്ല. ആദ്യം ഇവരൊന്ന് ഭയന്നു പോയെങ്കിലും തങ്ങളുടെ നാവികരെ നഷ്ടപ്പെട്ടെങ്കിലും ഈ കപ്പലിൽ ഉള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് വീണ്ടും കുറച്ച് നാവികരെ കൂടെ ഈ കപ്പലിലാക്കി ഈ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ കപ്പലുമായിട്ട് എല്ലൻ ഓസ്റ്റിൻ എന്ന കപ്പൽ യാത്രയായി. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സമാനഗതിയിൽ ഒരു ചുഴലിക്കാറ്റ് അടിക്കുകയും 2 കപ്പലുകളും 2 ദിശയിലാവുകയും ഈ എല്ലൻ ഓസ്റ്റിൻ കുറേ കഴിഞ്ഞ് തിരഞ്ഞു വരുമ്പോൾ ഈ കപ്പലിനെ കണ്ടെത്തുകയും വീണ്ടും ഇതിൽ നിയോഗിച്ച നാവികരെ കാണാതാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതോടുകൂടി എല്ലൻ ഓസ്റ്റിൻ്റെ ക്യാപ്റ്റനും കൂടെയുള്ളവരും ഈ കപ്പൽ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കുകയും ഇവരവരുടെ യാത്ര പൂർത്തിയാക്കി തിരികെ ലണ്ടനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ലണ്ടനിൽ എത്തിക്കഴിഞ്ഞോടെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോടും ഈ കപ്പലിൻ്റെ മുതലാളിയോടും ഒക്കെ ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു അത്രേ. ഇതെല്ലാം കേട്ട് ഈ മുതലാളി ഭയന്നിട്ട് ഈ എല്ലൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന കപ്പൽ ഒരു ജർമ്മൻ കമ്പനിക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. ഈ കപ്പൽ വാങ്ങിയ ജർമ്മൻ കമ്പനി ഈ കപ്പലിൻ്റെ പേരൊക്കെ മാറ്റി മെറ്റ എന്നൊരു പേരിട്ട് ആ പേരിൽ ഈ കപ്പൽ തുടർന്ന് ഉപയോഗിച്ചു എന്നാണ് കഥകളിൽ പറയുന്നത്. എല്ലൻ ഓസ്റ്റിൻ്റെ കഥയ്ക്ക് ലോകത്ത് ഒരുപാട് ആരാധകരുണ്ട്. ഇന്നും ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഏത് ചർച്ച വന്നാലും എല്ലൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ കഥയും അതിലുണ്ടായ സംഭവങ്ങളുമൊക്കെ വളരെ പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ആൾക്കാർ അവതരിപ്പിക്കുകയും കേൾവിക്കാരത് കേട്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്തൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക് കൂടെ സ്ഥാനമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കുറേ മനുഷ്യർ പറയുന്നത് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ലെജൻഡ് ആണെന്നാണ്. ലെജൻഡ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ലെജൻഡ് എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മളെ ശരവണൻ്റെ സിനിമയാണ്.
നമ്മുടെ ശരവണ സ്റ്റോഴ്സിൻ്റെ ശരവണൻ ഒരു പുതിയ സിനിമ എടുത്തിട്ടുണ്ട്, ലെജൻഡ് എന്ന പേര്. കേരളത്തിലേക്ക് വന്ന് അദ്ദേഹം പ്രൊമോഷനൊക്കെ നടത്തി തകർത്തിട്ട് പോയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ പറയുന്ന സിനിമ ഭയങ്കര ഹിറ്റാണെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നു. കേരളത്തിൽ ഇതിന് ഒരുപാട് പ്രേക്ഷകരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ആ ലെജൻഡ് അവിടെ നിൽക്കട്ടെ. നമ്മളെ ലെജൻഡ് എന്ന് പറയുന്നത് ബെർമുഡ ട്രയാങ്കിളാണ്. ഈ ലെജൻഡുകളായിട്ടുള്ള ആൾക്കാർ പലതരം തിയറികളാണ് ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഇവർ പറയുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ഏലിയൻസ്, അന്യഗ്രഹ ജീവികളാണ് ബെർമുഡ ട്രയാങ്കിളിനെ നിയന്ത്രിക്കുന്നത്. ആ ഏരിയയിൽ ചെന്നപ്പെടുന്ന അന്യഗ്രഹ ജീവികളുടെ കണ്ണിൽപ്പെടുന്ന വിമാനങ്ങളെയും കപ്പലുകളെയും ഒക്കെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് കടത്തിക്കൊണ്ട് പോവുകയാണ്, ഈ മനുഷ്യരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു തിയറി. മറ്റൊരു തിയറി എന്ന് പറയുന്നത് ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഏരിയയിൽ കടലിനടിയിൽ അതിഭീകരനായ ഒരു സത്വം ഒളിച്ചിരിപ്പുണ്ട്. ഈ സത്വം കടലിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതുവഴി വിമാനങ്ങളോ കപ്പലുകളോ ഒക്കെ വരുമ്പോൾ ഇത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീക്കുകയും ഈ വിമാനങ്ങളെയും കപ്പലുകളെയും ഒക്കെ അപ്പാടെ എടുത്തങ്ങ് വിഴുങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഒരു തിയറി. മറ്റൊരു തിയറിയിൽ പറയുന്നത് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വലിയ ചുഴിയുണ്ടെന്നും ഈ ചുഴിക്ക് ഒരുപാട് വലിയ തരത്തിലുള്ള ഭൂഗുരുത്വ ആകർഷണ ശേഷിയുണ്ട് എന്നുമാണ്. ഈ ഭാഗത്തേക്ക് ചെല്ലുന്ന വിമാനങ്ങളെയും കപ്പലുകളെയും ഒക്കെ ഈ ചുഴി ആകർഷിച്ച് അതിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാരണവശാലും ഒരു മനുഷ്യനോ ഈ കപ്പലുകൾക്കോ വിമാനങ്ങൾക്കോ അതിൻ്റെ അവശിഷ്ടങ്ങൾക്കോ പുറത്ത് വരാൻ കഴിയില്ല എന്നുമാണ്. ഇത്തരം തിയറികളൊക്കെ ഇന്നും വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന, ഇതൊക്കെ കേട്ട് ഭയക്കുന്ന ധാരാളം പേര് ലോകത്തുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത തിയറികൾക്കപ്പുറം ശാസ്ത്രീയമായിട്ടുള്ള പല തിയറികളും പല ആൾക്കാരും പല സമയങ്ങളിലും ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടുണ്ടായ ഒരു തിയറി എന്ന് പറയുന്നത് കാന്തിക വലയങ്ങളെ കുറിച്ചുള്ളൊരു തിയറിയാണ്. നമ്മൾ സാധാരണ കോമ്പസുകളിൽ വടക്ക് നോക്കിയ യന്ത്രങ്ങളിൽ നോർത്ത് പോൾ നോക്കുമ്പോൾ അതൊരു നോർത്ത് പോളിലേക്ക് അതിൻ്റെ നീഡിൽ പോയി നിൽക്കുമെങ്കിലും അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ശരിക്കുമുള്ള നോർത്ത് പോൾ വരിക എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുക. ഈ കാണിക്കുന്ന ഒരെണ്ണം മാഗ്നറ്റിക് നോർത്ത് പോളും ഒരെണ്ണം ജിയോഗ്രഫിക് നോർത്ത് പോളും ആണെന്നാണ് ഇവരെ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാന്തിക പ്രഭാവം കൊണ്ടാണ് ഈ കോമ്പസിന് ഇത്തരത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നും അവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മാഗ്നറ്റിക് നോർത്ത് പോളും ജിയോഗ്രഫിക്കൽ നോർത്ത് പോളും ഒക്കെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സംഗമിക്കുന്ന ആ ഒരു പ്രദേശത്തെ വലയങ്ങൾക്ക് ആഗണിക് ലൈൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ലൈനുകൾ കാലങ്ങളനുസരിച്ച് സമയക്രമം അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 300-400 വർഷങ്ങളായിട്ട് ഈ ബെർമുഡ ട്രയാങ്കിൾ മേഖലയിലാണ് ഈ ഏഗണിക് ലൈനുകളുടെ 0 ഡിഗ്രി ലൈൻ കാണപ്പെടുന്നത് എന്ന് ഈ ശാസ്ത്രകാരന്മാർ പറയുന്നു. ഈ ഭാഗത്ത് ചെന്നുപെടുമ്പോഴുണ്ടാകുന്ന ഈ കോമ്പസുകളുടെ കാന്തിക വലയങ്ങളിലെ വ്യത്യാസം കാരണം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ തിയറി ഉപയോഗിച്ചിട്ട് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു സയൻറ്റിഫിക് തിയറി പറയുന്നത് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ കടലിന് ആഴം കുറവാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കടലിന് ആഴം കുറവായതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ ധാരാളം ചെളി നിറഞ്ഞ പ്രദേശങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. കപ്പലുകൾ ഈ താഴ്ച കുറഞ്ഞ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഈ ആഴമില്ലാത്ത ഭാഗത്തെത്തി അവിടുത്തെ ചെളിക്കുട്ടിൽ കുടുങ്ങിപ്പോവുകയും ഈ ചെളിയിലേക്ക് ആഴ്ന്നു പോവുകയുമാണ് ചെയ്യുന്നതെന്നാണ് ഇവരുടെ തിയറിയിലൂടെ ഇവരെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു തിയറി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ അടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ബെർമുഡ ട്രയാങ്കിൾ എന്നുള്ളതാണ്. ഇന്ന് ചൈനയിലും US-ലും ക്യൂബയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചുഴലിക്കൊടുക്കാറ്റുകൾ ഉണ്ടാവുകയും വീശുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. US-ൽ തന്നെ ഫ്ലോറിഡ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുള്ളത്. ഈ ബെർമുഡ ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗവും ഫ്ലോറിഡയിലാണ്. അവിടെ ഈ കടലിൽ ധാരാളം ചുഴലിക്കാറ്റുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് വിമാനങ്ങളും കപ്പലുകളുമൊക്കെ ഈ ചുഴലിക്കാറ്റിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് പോകുന്നതാണെന്നുള്ളതാണ് ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് തിയറി അവതരിപ്പിച്ചിട്ടുള്ളവർ പറയുന്നത്. മറ്റൊരു തിയറി എന്ന് പറയുന്നത് ഈ അപകടങ്ങൾക്കെല്ലാം മീഥൈൽ ഹൈഡ്രേറ്റ് ആണെന്നുള്ളതാണ്. ഈ ബെർമുഡ ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് കടലിൽ പല ഭാഗങ്ങളിലും കടലിൻ്റെ അടിത്തട്ടിൽ നിറയെ മീഥൈൽ ഹൈഡ്രേറ്റ് ഉണ്ട് എന്നും
ഈ മീഥൈൽ ഹൈഡ്രേറ്റ് ഉള്ള ഭാഗങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് ധാരാളം കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് വരുമെന്നും ഈ കുമിളകൾ ആ ഭാഗത്തെ ജലത്തിൻ്റെ സാന്ദ്രത ഇല്ലാതാക്കുമെന്നും ഈ സാന്ദ്രത ഇല്ലാതായ ജലത്തിൻ്റെ ഉപരിതലത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ ഈ സാന്ദ്രതയില്ലാത്ത ജലത്തിൽ ബാലൻസ് ചെയ്യാൻ കഴിയാതെ അടിയിലേക്ക് മുങ്ങിപ്പോവുകയും ഈ മീഥൈൽ ഹൈഡ്രേറ്റിൽ ചെന്ന് അകപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ച് വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു തിയറികളിൽ ഒന്നാണ്. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള കടലിൽ, നമ്മൾ ഡെഡ് സീ ഒക്കെ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള കടലാണ്, ചാവുകടൽ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ആൾക്കാർ പോയിട്ട് കടൽ വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ പൊങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ കടൽ ജലത്തിൽ ഈ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ളത് കാരണം ഈ കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലായിരിക്കും. അത് കാരണം മനുഷ്യരെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ തങ്ങി നിൽക്കാൻ പാകത്തിന് സാന്ദ്രത ജലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് തിയറിയാണ് ഇവർ ഈ മീഥൈൽ ഹൈഡ്രേറ്റുമായി ബന്ധപ്പെട്ട് ഈ ബർമുഡ ട്രയാങ്കിൾ തിയറിക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയുന്നത് കാരണം കപ്പലുകൾ മുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു തിയറി. കൂടുതൽ വിശ്വാസ്യതയുള്ള, എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു തിയറി അവതരിപ്പിച്ചിരിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ളതാണ്. ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ തിയറിയാണത്. നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആഗ്രഹമുള്ള എന്തിനെയെങ്കിലും നമ്മൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഈ വസ്തുവിനെ നമ്മൾ കണ്ടു തുടങ്ങുകയും അല്ലെങ്കിൽ ആ സാധനം നമ്മുടെ സമീപത്ത് ഇല്ലെങ്കിൽ പോലും അത് അവിടെ ഉണ്ട് എന്നൊരു തോന്നലൊക്കെ ഉളവാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് ഉദാഹരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും മോഡലിലുള്ള ഒരു പുതിയ കാറ് വാങ്ങി എന്ന് വിചാരിക്കുക. നമ്മൾ ഈ കാറിൽ റോഡിൽ ഇറങ്ങി യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതേ മോഡലിലുള്ള കാറുകളായിരിക്കും. ഇതിന് മുമ്പ് ഇറങ്ങിയതും ഇതിന് ശേഷം ഇറങ്ങിയതുമായിട്ടുള്ള ഇതിലുള്ള കാറുകൾ, ഈ മോഡലിലുള്ള കാറുകൾ ധാരാളമായിട്ട് നമ്മുടെ അടുത്തുകൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അപ്പോഴൊക്കെ തന്നെ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്രാൻഡിലുള്ള നമ്മുടെ മോഡലിലുള്ള വണ്ടിയാണല്ലോ ഈ റോഡിൽ കൂടുതൽ ഉള്ളത് എന്ന്. ശരിക്കും അങ്ങനെ എണ്ണത്തിൽ കൂടുതൽ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അന്ന് വരെ, നമ്മൾ ഈ വാഹനം സ്വന്തമാക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു വാഹനം ആഗ്രഹിക്കുന്നത് വരെയൊക്കെ നമ്മൾ ഈ മോഡലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വണ്ടിയെക്കുറിച്ചോ കൂടുതൽ ചിന്തിക്കുകയോ ഇതിനിങ്ങനെ കൊണ്ട് നടക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അത് കാരണം ഈ മോഡലിലുള്ള ഒരു വണ്ടി നമ്മുടെ അരികിലൂടെ പോയാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് സത്യം. പക്ഷെ നമ്മളിത് സ്വന്തമാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടക്കുകയും നമ്മൾ ഇതിലുള്ള വണ്ടികൾ, പോകുന്ന വണ്ടികളെല്ലാം കാണുകയും ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. ബർമുഡ ട്രയാങ്കിളിൽ സംഭവിച്ചിട്ടുള്ളതും അതൊക്കെ തന്നെയാണ്. ലോകത്ത് ഒരുപാട് കടലിൽ അപകടങ്ങൾ നടക്കാറുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ ഈ വാർത്തകൾ വരാറുണ്ടെങ്കിലും ബർമുഡ ട്രയാങ്കിൾ മേഖലയിൽ നടക്കുന്ന അപകടങ്ങൾക്കാണ് കൂടുതൽ ജനശ്രദ്ധ കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കടലുകളിലോ സമുദ്രഭാഗങ്ങളിലോ ഒക്കെ നടക്കുന്ന അപകടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം യാത്രക്കാരുൾപ്പെടെ കാണാതെ പോയിരുന്നു. അത് ബർമുഡ ട്രയാങ്കിളിലല്ല കാണാതെ പോയത്, മറ്റൊരു സമുദ്രഭാഗത്താണ് കാണാതെ പോയത്. ഇന്ന് വരെ അതിലെ ആ ജീവനക്കാരെ കുറിച്ചോ യാത്രക്കാരെ കുറിച്ചോ ആ വിമാനത്തെക്കുറിച്ചോ തന്നെ ഒരു വിവരവും കിട്ടിയിട്ടുമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ആ വിമാനത്തെക്കുറിച്ചോ അത് കാണാതെ പോയ കടലിനെ കുറിച്ചോ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. ഏത് അപകടം നടന്നാലും മുമ്പ് നടന്ന അപകടങ്ങളുടെ പേരിൽ കൂട്ടിയിണക്കിയിട്ട് അത് ബർമുഡ ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് നമുക്കൊരു ശീലമായി പോയി എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. അങ്ങനെയാണ് കൂടുതൽ കുപ്രസിദ്ധി ബർമുഡ ട്രയാങ്കിളിന് വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. മാധ്യമപ്രവർത്തകനായ ലാറി കുഷ് എന്നൊരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ ബർമുഡ ട്രയാങ്കിൾ മിസ്റ്ററി സോൾവ്ഡ് എന്നാണ്. അതിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കടലിൽ നടന്ന അപകടങ്ങളും മറ്റ് കടലുകളിൽ നടന്ന അപകടങ്ങളുമൊക്കെ ഇദ്ദേഹം താരതമ്യം ചെയ്ത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. ആദ്യകാലങ്ങളിൽ ബർമുഡ ട്രയാങ്കിൾ ഭാഗത്ത് നടന്ന അപകടങ്ങളും അതിനെ തുടർന്ന് ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ച കഥകളുമൊക്കെ ചേർന്നിട്ടാണ് ബർമുഡ ട്രയാങ്കിൾ ഇത്രയും ദുരൂഹമായ കുപ്രസിദ്ധമായ സ്ഥലമായി മാറിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്.
എല്ലൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ കഥ നമ്മളിവിടെ പറഞ്ഞതാണ്. അതൊരു കെട്ടുകഥയാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ ഏതൊരു വിധത്തിലുള്ള തെളിവുകളോ ചരിത്ര രേഖകളോ ഒന്നും തന്നെ നമ്മുടെ ആരുടെയും കൈകളില്ല, ലോകത്തൊരിടത്തും തന്നെ ഇല്ല. എന്നിട്ടും ഇന്ന് ബർമുഡ ട്രയാങ്കിളിൻ്റെ കഥ പറയുമ്പോൾ എല്ലൻ ഓസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ ആരും പോകാറുമില്ല. അമേരിക്കയിലെ കോസ്റ്റ് ഗാർഡ് പറയുന്നത് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന മേഖല ഏറ്റവും കൂടുതൽ കപ്പലുകൾ യാത്ര ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളൊരു മേഖലയാണ് എന്നാണ്. അത് കാരണം തന്നെ ഇത്രയും തിരക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അപകടങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റ് അടിക്കുന്ന, അപ്രതീക്ഷിതമായ ചുഴലിക്കാറ്റുകൾ അടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. യാത്രക്കാർ കൂടിയതും കപ്പലുകൾ കൂടിയതും കാരണം നടക്കുന്ന അപകടങ്ങളെ പെരുപ്പിച്ച് കാട്ടിയാണ് ശരിക്ക് ബർമുഡ ട്രയാങ്കിളിൻ്റെ പുറത്ത് ഈ കുപ്രസിദ്ധി വെച്ച് കെട്ടിയിരിക്കുന്നതെന്നാണ് US കോസ്റ്റ് ഗാർഡിൻ്റെയും അഭിപ്രായം. അതുപോലെ തന്നെ WWF 2013 ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള കപ്പൽ പാതകളെക്കുറിച്ച്, കടലുകളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ പറയുന്ന ഏറ്റവും അപകടകരമായ 10 കപ്പൽ പാതകളിലോ ഈ 10 കടലുകളിലോ ഒന്നും ബർമുഡ ട്രയാങ്കിൾ ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു വസ്തുത. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്നിട്ടും എന്തിനാ ബർമുഡ ട്രയാങ്കിളിൻ്റെ പേരിൽ ഇത്രയും കഥകളൊക്കെ ഉണ്ടാകുന്നത് എന്ന്. നമ്മൾ ശാസ്ത്രപരമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ, ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബർമുഡ ട്രയാങ്കിളിന് പിന്നിലുള്ള കഥകളുടെ വാസ്തവമൊക്കെ പലതും കള്ളമാണ്, അല്ലെങ്കിൽ രേഖകളില്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് തന്നെ പറഞ്ഞത് അദ്ദേഹം രാത്രിയിൽ അന്തരീക്ഷത്തിൽ നിന്നൊരു തീഗോളം കടലിലേക്ക് വന്ന് വീഴുന്നത് കണ്ടു എന്നാണ്. ഇന്ന് നമ്മുടെ ശാസ്ത്രകാരന്മാരെടുത്ത് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് ഇതിനുള്ള ഈ തീഗോളത്തിന് പിന്നിലുള്ള ഉത്തരം പറഞ്ഞു തരും. നമുക്ക് തന്നെ അറിയാം, ചില ദിവസം നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു തീഗോളം ഇങ്ങനെ കത്തിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിളിൻ്റെ മേഖലയിൽ കൊളംബസ് കടലിൽ രാത്രി കപ്പലിൽ നിൽക്കുമ്പോൾ കണ്ടത് ഇതുപോലുള്ള ഒരു ഉൽക്ക കത്തി കടലിലേക്ക് വീണതാകാം എന്ന് തന്നെയാണ് ശാസ്ത്രകാരന്മാർ ഉറപ്പിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഉൽക്കയുടെ, ഈ തീഗോളത്തിൻ്റെ കഥയിൽ നിന്നാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹത ഉണ്ടായി വന്നത് എന്നുള്ളതാണ് സത്യം. ശാസ്ത്രപരമായിട്ട്, ശാസ്ത്രീയമായിട്ട് ഇത്രയുമൊക്കെ വസ്തുതകളും തെളിവുകളുമൊക്കെ പല രാജ്യങ്ങളും പരീക്ഷണ ഏജൻസികളും ശാസ്ത്രകാരന്മാരും ഒക്കെ നിരത്തുമ്പോൾ ബർമുഡ ട്രയാങ്കിൾ ഇത്രയും ദുരൂഹമായിട്ടുള്ള കുപ്രസിദ്ധി അർഹിക്കുന്ന ഒരു സ്ഥലമല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും.